ജാർഖണ്ഡിലെ ഒരു ഉൾഗ്രാമമായ ദുൽമിയിലാണ് ഇപ്പോൾ ഞാൻ. വൈകുന്നേരമാണ് സമയം. ദുൽമിയിലെ ഗ്രാമചന്തയാണിത്. ദുൽമിയിലും പരിസര ഗ്രാമങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ വന്നു നിറയുന്ന ചന്ത. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചു നേരമായി. കൂടുതൽ രസകരമായ ചില കാഴ്ചകളാണ് ഇനിയുള്ളത്. ഭക്ഷണ വിഭാഗം. ഇവിടെ സ്ഥിരമായ അടുപ്പ് പോലുമുണ്ട്. പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പലഹാരങ്ങൾ ആളുകൾ വാങ്ങുന്നത് അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയോ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയോ അല്ല. അതിന് വേറൊരു കാരണമുണ്ട്. അല്പം കഴിയുമ്പോൾ അത് മനസ്സിലാകും. ആലു ചോപ്പ് എന്ന വിഭവമാണ് ഈ ഉണ്ടാക്കുന്നത്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഉടച്ചുരുട്ടി കടലമാവിൽ മുക്കി വറുത്തെടുക്കുന്ന ഒരു പലഹാരം. ദമ്പതികളാണ് കച്ചവടം നടത്തുന്നത്. ആലു ചോപ്പ് എണ്ണയിൽ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. രുചികരമായ ഒരു വിഭവം തന്നെയാണിത്. കഴിഞ്ഞ ദിവസം ഞാനത് കഴിച്ചിരുന്നു. മൊരിഞ്ഞ ആലു ചോപ്പ് ഒരു തട്ടിലേക്ക് കോരിയിടുന്നു. ഇങ്ങനെ വീണാൽ ഉടനെ അത് ആളുകൾ ചൂടോടെ വാങ്ങിക്കൊണ്ടുപോകും. ഇതാണ് കച്ചവടക്കാരന്റെ ഭാര്യ. അവരാണ് ആലു ചോപ്പ് എണ്ണി കവറിലിട്ട് നൽകി പണം വാങ്ങുന്നത്. ആലു ചോപ്പ് കൂടാതെ കടലമാവ് മാത്രം മൊരിച്ചെടുക്കുന്നതും അതിനൊപ്പം നൽകുന്നുണ്ട്. പിന്നെ വറുത്ത പച്ചമുളകും. അത് ആളുകൾ വാങ്ങുന്നു. വേറൊരിടത്ത് കുറച്ചുകൂടി കനപ്പെട്ട ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി എഗ് റോൾ. നമ്മുടെ നാട്ടിൽ പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ ദോശയും ചിക്കനുമൊക്കെയാണല്ലോ തട്ടുകടകളിലെ പ്രധാന വിഭവങ്ങൾ. ഇവിടെ ആ വിധം പ്രധാനമായത് എഗ് റോളാണ്. ആദ്യം ഒരു ചപ്പാത്തി മൊരിച്ചെടുക്കും. അതിലേക്ക് കുറച്ച് പച്ചക്കറിയും മുട്ടയുമൊക്കെ ചേർത്ത് ചുരുട്ടിയെടുക്കും. എഗ് റോൾ നമ്മുടെ നാട്ടിലുമുണ്ട്. പക്ഷേ ഇവിടെയാണ് അതിന് ഏറ്റവും വിൽപ്പനയുള്ളതെന്ന് തോന്നും. ഇവിടുത്തെ വഴിയോര തട്ടുകടകളിലെല്ലാം എഗ് റോൾ കിട്ടും. ഒരു ചപ്പാത്തിയിൽ 2 മുട്ടയാണ് കണക്ക്. മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു. അതിൽ ഉപ്പും മുളകുപൊടിയുമൊക്കെ ഇട്ട് നന്നായി ഒന്നിളക്കി ചൂടുള്ള കല്ലിലേക്ക് ഒഴിക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി എടുത്തു വയ്ക്കുന്നു. ബീട്രൂട്ടും കിഴങ്ങുമെല്ലാം കൂടി വേവിച്ചത് ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ മസാലദോശയ്ക്കകത്തെ ചേരുവ പോലെ. അതിൻ്റെ കൂടെ കുറച്ച് നൂഡിൽസ് കൂടിയിട്ട് കല്ലിൻ്റെ ഒരരികിൽ വെച്ച് ചൂടാക്കുന്നു. മുട്ടയൊന്ന് മറിച്ചിട്ട് വേവിച്ച ശേഷം അതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി. അതിൽ കുറച്ച് കെച്ചപ്പ് പോലെ എന്തോ പുരട്ടി. നൂഡിൽസും മസാല ചേർത്ത കിഴങ്ങുകളും കല്ലിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് അടുത്ത പരിപാടി. പിന്നെ അതെടുത്ത് ചപ്പാത്തിയിൽ വെച്ച് പലതരം സോസുകൾ കൂടി ഒഴിക്കുന്നു. അതിനെ ചുരുട്ടിയെടുക്കുന്നതോടെ എഗ് റോൾ റെഡി. ഇതിന് നല്ല ചെലവാണിവിടെ. കച്ചവടക്കാരും നിർത്താതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഐസ്ക്രീംകാരൻ വണ്ടിയുമായി തലങ്ങും വിലങ്ങും ഓടുന്നു. വേറൊരു ഭാഗത്ത് മീൻ കച്ചവടമാണ്. കടൽ തീരമുള്ള സംസ്ഥാനമല്ല ജാർഖണ്ഡ്. പക്ഷേ ഇവിടെ ജലാശയങ്ങളുണ്ട്. നിരവധി തടാകങ്ങളും ഭൈരവി, ദാമോദർ തുടങ്ങിയ കുറേ നദികളും. മിക്ക തടാകങ്ങളിലും മീൻ വളർത്തുന്നുണ്ട്. അവിടെ നിന്നെല്ലാമാണ് ഇത് വിൽപ്പനയ്ക്കെത്തുന്നത്. മീൻ വാങ്ങുന്നവർക്ക് അത് ഇവിടെ നിന്ന് തന്നെ വെട്ടിക്കൊടുക്കും. ശുദ്ധജല മത്സ്യങ്ങൾ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. കടൽ മത്സ്യം പശ്ചിമ ബംഗാളിൽ നിന്നും വരണം. കുറെ പേർ ഇരുന്ന് മീൻ വെട്ടുന്നുണ്ട്. അവരൊക്കെ നല്ല സൗഹൃദ ഭാവമുള്ളവരാണ്. ചെറുതും വലുതുമായ മീനുകളുണ്ട്. പലതും വളർത്തു മത്സ്യങ്ങളാണ്. ഇവിടെ നിൽക്കുമ്പോൾ ചന്തയുടെ പ്രധാന ഭാഗം കഴിഞ്ഞ് ഒരു പരന്ന പ്രദേശം കാണാം. അവിടെയുമുണ്ട് കുറെ ആളുകൾ. കച്ചവടമല്ല നടക്കുന്നത്, വേറെന്തോ പരിപാടിയാണ്. കോഴിപ്പോര് നടക്കുന്ന മൈതാനത്തിന്റെ മറുഭാഗമാണിത്. കുറെ ഷെഡുകൾ കാണാം. അതിന്റെ ചുവട്ടിലും പാചകം നടക്കുന്നു. പാചകക്കാരുടെ പിറകിലും കുറച്ചാളുകൾ കൂടിയിരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ പാചകം നടക്കുന്നിടത്തേക്ക് ചെന്നു. ഇവിടെ ഒരാൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻ മാത്രമേ ഉള്ളൂ. ചപ്പാത്തി തുടങ്ങിയ ഭക്ഷണമൊന്നുമില്ല. പിന്നെ മുട്ടയുമുണ്ട്. ഇതിലൊരു ദുസൂചനയുണ്ട്. വേറെ എന്തിൻ്റെയോ കൂടെ വേണമല്ലോ മീൻ വറുത്തതൊക്കെ കഴിക്കാൻ. പക്ഷേ ആ സംഗതി കാണുന്നില്ല. ആളുകൾ മീൻ കഷ്ണം വാങ്ങിക്കൊണ്ടു പോകുന്നു. അപ്പോഴിതാ ഇവിടെ പുറകിലാണ് പ്രധാന കലാപരിപാടി നടക്കുന്നത്. വെള്ളമടിയാണ്. സ്റ്റീൽ ഗ്ലാസുകളിൽ മദ്യമുണ്ട്. ചന്തയ്ക്ക് പുറത്തുള്ള ഈ വെളിമ്പറമ്പ് മുഴുവൻ
നോക്കത്താ ദൂരം ആളുകളുടെ ചെറിയ സംഘങ്ങൾ വട്ടമിട്ടിരിക്കുന്നുണ്ട്. അതോരോന്നും മദ്യപാന സദസ്സുകളാണ്. ഇവിടുത്തെ നാടൻ വാറ്റുചാരായമായ മഹുവയുടെ വിൽപ്പനയാണ് നടക്കുന്നത്. അത് വലിയ കന്നാസുകളിൽ കൊണ്ടുവന്ന് ഗ്ലാസുകളിൽ പകർന്നു കൊടുക്കുന്നു. സ്ത്രീകളാണ് വിൽപ്പനക്കാർ. ഇത് ഷൂട്ട് ചെയ്യാൻ ഇവർ അനുവദിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ രഹസ്യമായാണ് ഞാൻ മഹുവ വിൽപ്പന ക്യാമറയിൽ പകർത്തുന്നത്. പട്ടച്ചാരായം തന്നെ. മഹുവ എന്ന മരത്തിന്റെ പൂവ് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം വാറ്റിയാണ് മദ്യം ഉണ്ടാക്കുന്നത്. അതങ്ങനെ ഗ്ലാസിൽ പകർന്ന് ആളുകൾക്ക് നൽകുന്നു. ഒട്ടേറെ കസ്റ്റമേഴ്സ് ഉണ്ട് മഹുവ കച്ചവടക്കാരുടെ ചുറ്റിലും. വലിയ തോതിൽ കച്ചവടം നടക്കുന്നു. ഇവിടെ ഇരുന്ന് കുടിക്കുക മാത്രമല്ല, കുപ്പിയിൽ ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നവരുമുണ്ട്. 2-3 ഗ്ലാസ് ചാരായം കുപ്പിയിൽ വാങ്ങിക്കൊണ്ടു പോകും. മഹുവ ഡൈല്യൂട്ട് ചെയ്താണ് വിൽക്കുന്നത്. ഗ്ലാസ്സിലൊഴിച്ച് പിന്നെ വെള്ളം ചേർത്ത് കുടിക്കാനൊന്നും നേരമില്ല. പച്ചക്കറി വാങ്ങിയ സഞ്ചി പിറകിലുണ്ട്. ചന്തയിൽ വരുന്നത് സാധനം വാങ്ങാൻ മാത്രമല്ല, വിൽക്കലും വാങ്ങലുമെല്ലാം കഴിഞ്ഞ് 2 വീശിയ ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങുക. വെയിലാറിക്കഴിഞ്ഞാൽ ഈ വെളിമ്പറമ്പിലെ പ്രധാന കച്ചവടം ഇതായി മാറുന്നു. ഈ കാണുന്നത് മുഴുവൻ വെള്ളമടിക്കാരാണ്. ആണും പെണ്ണും കുടിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മഹുവ വിശുദ്ധ പാനീയമാണ്. തലമുറകളായി അവർ ഉപയോഗിച്ചു വരുന്ന ലഹരി പാനീയം. ഈ കുപ്പിക്കകത്ത് കൊണ്ടുപോകുന്നതെല്ലാം മഹുവയാണ്. കുടിക്കുന്നവർക്കുള്ള ടച്ചിങ്സ് ആണ് ഈ ഉണ്ടാക്കുന്നത്. പലതരം മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. മാംസവുമുണ്ട്. മീനാണ് പ്രധാനമായും വിറ്റുപോകുന്നത്. വലുതും ചെറുതുമായ മീനുകളുണ്ട്. ഇത് ചിക്കനാണ്. അത് മസാലയൊക്കെ പുരട്ടി നന്നായി ഫ്രൈ ചെയ്യുന്നു. ആളുകൾ മഹുവ കുടിക്കുന്നു. മീനോ ചിക്കനോ കഴിക്കുന്നു. ആരെയും വശീകരിക്കുന്ന ഗന്ധമാണ് ഇതിൽ നിന്നെല്ലാം ഉയരുന്നത്. മണമടിച്ചാൽ വാങ്ങിപ്പോകും. എന്നെ ഇത്രയും കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ 2 വീശിയിരിക്കുന്നവരുടെ കാര്യം എന്താവും? അതുകൊണ്ട് തന്നെ നല്ല കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. വേറെയും ടച്ചിങ്സ് കച്ചവടക്കാരുണ്ട്. ഇത് പരിപ്പുവടയോ പക്കാവടയോ പോലുള്ള ചില പലഹാരങ്ങളാണ്. ഞാൻ അവിടെ നിന്നും നടന്ന് മൈതാനത്തിന്റെ വേറൊരു ഭാഗത്തേക്കെത്തുമ്പോൾ ഇവിടെ ഏതാനും വാഹനങ്ങളുണ്ട്. ചന്തയുടെ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് ഇവിടം. ദുൽമി ചന്തയുടെ ഗതാഗത കേന്ദ്രം. ഇത്തരത്തിലുള്ള വണ്ടികൾ വന്നു കിടക്കുന്നുണ്ട്. ഓരോ ഗ്രാമത്തിലേക്കും പോകുന്ന വണ്ടികളാണ്. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ ഇവിടെ നിന്നും വാഹന സർവീസുണ്ട്. അപ്പെക്സ് പബ്ലിക് സ്കൂളിനു വേണ്ടി സാധാരണ ദിവസങ്ങളിൽ ഓടുന്ന വണ്ടിയാണിതെന്ന് മനസ്സിലായി. സ്കൂൾ വാൻ എന്ന് മുന്നിലും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സൗകര്യമുണ്ട് ഈ വണ്ടിക്ക്. അകത്തു കൊള്ളുന്ന അത്ര തന്നെ ആളുകളെ മുകളിലും കയറ്റാം. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി 2 ഗ്ലാസ് മഹുവ വീശി ആളുകൾ വണ്ടിയുടെ അകത്തും മുകളിലുമൊക്കെ കയറിയിരിക്കുന്നു. പല പല ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ. 5-10 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നു. ചില വണ്ടികളിൽ നിറയെ ആളുകളുണ്ട്. ഒരു സിസ്റ്റമുണ്ട് ഇതിന്. അകത്ത് സ്ത്രീകളാണിരിക്കുക. മുകളിലുള്ള കാരിയറാണ് പുരുഷന്മാർക്കുള്ള സ്ഥലം. ഫ്രണ്ട് സീറ്റിൽ പൊതുവെ പെണ്ണുങ്ങളെ ഇരുത്താറില്ല. അത് പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കുള്ളതാണ്. ട്രാക്ടറുമായി ചന്തയിൽ വരുന്നവരുമുണ്ട്. അവർ ഉൽപ്പന്നങ്ങൾ ചന്തയിലേക്ക് കൊണ്ടുവരുന്നതും ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നതും ട്രാക്ടറിലാണ്. വേറൊരു ഭാഗത്തു നിന്നും കോഴിയുടെ കരച്ചിൽ കേൾക്കുന്നു. കോഴിയെ കശാപ്പ് ചെയ്ത് വെട്ടിയൊരുക്കി കൊടുക്കുന്ന സ്ഥലമാണിത്. ദുൽമി ചന്ത ശരിക്കും ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്ന് മനസ്സിലായി. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഒരു മാവിൻ ചുവട്ടിൽ നെൽചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നു. അതൊരു ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ഇത് നെല്ലിന്റെ ഹോൾസെയിൽ കേന്ദ്രമാണെന്ന് മനസ്സിലായി. കർഷകർ തങ്ങളുടെ പാടത്തെ നെല്ല് ഇവിടെ കൊണ്ടുവരും. അത് ബ്രോക്കർമാരോ കച്ചവടക്കാരോ ഇവിടെ വെച്ച് വിലപേശി സംഭരിക്കും. വൈകുന്നേരമാകുമ്പോൾ ലോറിയിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യും. നെല്ലുൾപ്പെടെ കർഷകരുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കച്ചവടം നടക്കുന്ന സ്ഥലമാണ് ദുൽമി ചന്ത. വലിയൊരു പ്രദേശം മുഴുവൻ നെല്ലിന്റെ കച്ചവടമാണ്. കൊയ്ത്തുകാലത്ത് മാത്രമാവാം ഈ കച്ചവടം. ഇപ്പോൾ കൊയ്ത്തു കഴിഞ്ഞ സമയമാണ്. അതിനാൽ എല്ലാ ആഴ്ചയും ധാരാളം നെല്ല് ഇവിടെ എത്തും. കർഷകരും വാങ്ങാൻ വന്നവരുമെല്ലാം നെൽച്ചാക്കുകൾക്ക് മുകളിൽ അങ്ങനെ ഇരിക്കുന്നു.
നേരം ഇരുട്ടിത്തുടങ്ങി. ഇത് ട്രാൻസ്പോർട്ടേഷൻ മൈതാനമാണ്. വിസ്തൃതമായ ഒരു ഒഴിഞ്ഞ പ്രദേശമാണിത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ഗ്രാമചന്തയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും വണ്ടിയിൽ കയറി മടങ്ങുകയാണ്. സൂര്യൻ അസ്തമിച്ചു. ഇനി നേരെ റാഞ്ചിയിലേക്കാണ് പോകുന്നത്. പ്രമോദ് ഉൾപ്പെടെ എല്ലാവരും മടുത്തിട്ടുണ്ട്. പോകുമ്പോൾ ഗ്രാമങ്ങളും വീടുകളുമെല്ലാം കാണാം. കാൽപ്പനിക ഭാവം തുളുമ്പുന്ന ഗ്രാമങ്ങൾ. എന്നാൽ വലിയ വൃത്തിയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല. വീടുകൾക്കാകട്ടെ ഒരു സൗന്ദര്യവുമില്ല. ചുടുകട്ട വെച്ച് കുറച്ചു മുറികളുള്ള ഒരു കെട്ടിടം പണിയുക, എന്തെങ്കിലും ഒരു പെയിന്റ് അടിക്കുക, അതിൽ താമസിക്കുക. ഇതല്ലാതെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സൗന്ദര്യബോധമോ കലാബോധമോ അശേഷം കാണാനാവുന്നില്ല. ഇതാണ് ശരിക്കുമുള്ള ജാർഖണ്ഡിന്റെ ഒരു ഉൾനാടൻ ഗ്രാമം. ഇടുങ്ങിയ തെരുവുകൾ, വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ. വന്ന വഴിയിലൂടെയല്ല ഞങ്ങൾ മടങ്ങുന്നത്. ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നും ഒരു മലമ്പാത കയറി പോകാമെന്നുമാണ് പറയുന്നത്. അങ്ങനെ പോയാൽ 3/4 മണിക്കൂർ ലാഭിക്കാമത്രേ. എന്നാലും റാഞ്ചിയിലെത്തുമ്പോഴേക്കും രാത്രി 9 മണിയാകും. പോകുമ്പോൾ വഴിയിൽ മുഴുവൻ കാണുന്നത് പശുക്കളെയാണ്. കാട്ടിലും വെളിമ്പറമ്പുകളിലും മേയാൻ വിട്ട പശുക്കൾ മടങ്ങുന്ന നേരമാണിത്. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ചെന്നപ്പോഴേക്കും നേരം നന്നേ ഇരുട്ടി. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു മലമ്പാത കയറിയാണ്. സിക്കിതിരി ഘാട്ടി എന്ന ഒരു പാസുണ്ട്. ഒരു ചുരം റോഡ്. റാഞ്ചിയെ ബൊക്കാറോ എന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണിത്. കുത്തനെയുള്ള പാതയും അപകടകരമായ വളവുകളുമാണ് ഈ വഴിയിലുള്ളത്. ഈ മല കയറിയാൽ മാത്രമേ റാഞ്ചിയിലേക്ക് എത്തുകയുള്ളൂ. റാഞ്ചി ഒരു ഉയർന്ന പ്രദേശമാണ്. പീഠഭൂമി പോലെയുള്ള ഒരു പ്രദേശമാണത്. റാഞ്ചിയിലേക്കുള്ള പ്രധാന ഹൈവേയിലേക്കെത്തി. ഞങ്ങൾ കടന്നുവന്ന ഭാഗങ്ങളിൽ പലയിടത്തും കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇരുട്ടായത് മൂലം അവിടം ഷൂട്ട് ചെയ്തില്ലെന്നേയുള്ളൂ. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി ആളുകളെ കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിട്ടുണ്ട്. കാർ ഞാൻ താമസിക്കുന്ന റമദ ഹോട്ടലിന്റെ സമീപത്തേക്കെത്തി. അന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിച്ചു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത ദിവസം പ്രഭാതം. രാവിലെ തന്നെ റെഡിയായി താഴെയെത്തി. 8 മണിക്കെത്തുമെന്ന് പറഞ്ഞ പ്രമോദ് കാറുമായി എത്താൻ 15 മിനിറ്റ് വൈകി. അയാളുടെ കാറിൽ കയറി. പുറകിൽ ഡോക്ടർ അജിത്ത് ഉണ്ട്. ഇന്ന് ഞങ്ങൾ റാഞ്ചിയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. ദീർഘമായ ഒരു യാത്രയ്ക്കാണ് ഇന്ന് പദ്ധതിയിട്ടിരിക്കുന്നത്. വളരെ പ്രധാനമായ കാഴ്ചകളിലേക്ക് പോകണം. രാവിലെ നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ. വലതുവശത്ത് കാണുന്ന ഈ മതിലിനുള്ളിലാണ് ഇവിടുത്തെ ലോക് ഭവൻ, ജാർഖണ്ഡിന്റെ ഗവർണറുടെ വസതി. ഇതാണ് അവിടേക്കുള്ള ഗേറ്റ്. 62 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ലോക് ഭവന്റെ പ്രധാന കെട്ടിടം. 1850 മുതൽ 56 വരെ ഛോട്ടാ നാഗ്പൂറിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ക്യാപ്റ്റൻ ഹാനിങ്ടണിനു വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബംഗ്ലാവാണത്. കാർ ഒരു ഫ്ലൈ ഓവറിലേക്ക് കയറി. റാത്തു റോഡ് ഫ്ലൈ ഓവറാണിത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുൻകൈയെടുത്ത് പൂർത്തിയാക്കിയ ഒരു പദ്ധതി. 2025 ജൂലൈ 3-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തതാണ് ഈ 4 കിലോമീറ്റർ നീളമുള്ള ഫ്ലൈ ഓവർ. 291 കോടി രൂപയായിരുന്നു അതിന്റെ ചെലവ്. ഇന്ന് ഞങ്ങൾ റാഞ്ചിയിൽ നിന്ന് ജാർഖണ്ഡിന്റെ വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് പോകുന്നത്. ആദ്യമെത്തുക മാണ്ടർ എന്ന ഒരു സ്ഥലത്താണ്. നഗരത്തിൽ നിന്ന് അധിക ദൂരമില്ല മാണ്ടറിലേക്ക്. റാഞ്ചി പട്ടണത്തിൽ നിന്നും 1 മണിക്കൂറിൽ താഴെ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണത്. മാണ്ടറിൽ ഒരു മലയാളി എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി കൂട്ടണം. ജാർഖണ്ഡിലെ ചില സാമൂഹിക പരിഷ്കർത്താക്കൾ, വിപ്ലവകാരികൾ എന്നിവരെയൊക്കെ കാണുകയെന്നതും ഇന്നത്തെ ലക്ഷ്യമാണ്. അവരുടെ വീട്ടിൽ പോകണം. കൂടാതെ ഇന്നാട്ടിലെ ചില പഴയ രാജനഗരങ്ങളിലേക്കും കൊട്ടാരങ്ങളിലേക്കും പോകണം. സുഖവാസ കേന്ദ്രങ്ങളായ ചില ഹിൽ സ്റ്റേഷനുകളാണ് മറ്റൊരു ലക്ഷ്യം.
ഇപ്പോൾ മുർമ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് മുർമ. എല്ലാ വർഷവും ഒക്ടോബറിൽ മുർമയിൽ ഒരു മേള നടക്കാറുണ്ട്. മുർമ ജത്ര എന്നാണ് അതറിയപ്പെടുന്നത്. ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക മേളയാണ് മുർമ ജത്ര. ദസറ ആഘോഷത്തിന്റെ 10ാം ദിവസമാണ് പരമ്പരാഗത ചടങ്ങുകളോടെ മുർമ ജത്ര ആരംഭിക്കുക. ഇവിടുത്തെ അതിവിശാലമായ ഒരു വയലിൽ അപ്പോൾ ലക്ഷക്കണക്കിന് ആദിവാസികൾ വന്നു നിറയും. ബീഹാറിലെ റോഹ്താസ്ഗഡ് എന്ന പ്രദേശത്ത് മുഗളരുടെ അധിനിവേശമുണ്ടായപ്പോൾ അവിടെ നിന്നും ഉറാവോ ആദിവാസി വിഭാഗത്തിലെ ആളുകൾ പലായനം ചെയ്തു. ഇവിടെ വെച്ച് അവർ മുണ്ട ഗോത്രത്തിന്റെ തലവനെ കണ്ടുമുട്ടി. അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട മുണ്ട മൂപ്പൻ തന്റെ അനുയായികളെ കൊണ്ട് വലിയൊരു വനപ്രദേശം വെട്ടിത്തെളിച്ച് ഉറാവോകളെ അവിടെ താമസിപ്പിച്ചു അത്രേ. ആ കണ്ടുമുട്ടലിന്റെയും സൗഹൃദത്തിന്റെയും ഓർമ്മയ്ക്കായി പിന്നീട് വർഷം തോറും ഇവിടെ ഒരു ഉത്സവം നടന്നു. അതാണ് പിന്നീട് മുർമ ജത്ര എന്ന വലിയ ഉത്സവമായി മാറിയത്. ആ കഥയോർത്തിരിക്കെ കാർ മാണ്ടർ എന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് ഒരു മലയാളി സുഹൃത്ത് എന്നെ കാത്തിരിക്കുന്നത്. കണ്ണൂർക്കാരനായ ഒരു വൈദികനാണ് അദ്ദേഹം. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, CLHRC ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് എന്നെ കാത്തിരിക്കുന്ന മലയാളി അച്ഛൻ. 1947 മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് സ്ഥാപിച്ച ആശുപത്രിയാണിത്. ഗ്രാമീണർക്ക് വേണ്ടി അവർ നടത്തിവന്ന ഹോസ്പിറ്റൽ 2016 കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്ക് കൈമാറുകയായിരുന്നു. അവരാണ് ഇപ്പോഴിത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളായ പല വൈദികരും ആശുപത്രി ഭരണത്തിന്റെ പ്രധാന സ്ഥാനങ്ങളിലുണ്ട്. ഡയറക്ടർ മലയാളിയാണ്. അസോസിയേറ്റ് ഡയറക്ടറായ ഫാദർ സിജോ മലയാളിയാണ്. അങ്ങനെ പലരും. അവിടെ വെച്ച് കണ്ണൂർക്കാരനായ ഫാദർ സിജോ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറി. അദ്ദേഹം റെഡിയായി നിൽക്കുകയായിരുന്നു. 10 വർഷത്തിലേറെയായി ഫാദർ സിജോ ഇവിടെയുണ്ട്. അദ്ദേഹം സഞ്ചാരം സംഘടിപ്പിച്ച ഗ്രൂപ്പ് ടൂറിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. റാഞ്ചിയിൽ വരുമ്പോൾ എന്തായാലും കാണണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഞാൻ എത്തിയ കാര്യം അറിയിച്ചതും ഇന്നൊരു ദിവസം അദ്ദേഹം എന്നോടൊപ്പം യാത്ര ചെയ്യുന്നതും. ഫാദർ സിജോയ്ക്ക് പരിചയമുള്ള ആദിവാസികളുടെ ഒരു പ്രദേശമുണ്ട് ഇവിടെ. ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നവരുടെ ഗ്രാമങ്ങളാണ്. അവിടം കണ്ടിട്ട് യാത്ര തുടരാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇത് ഹൈവേ അല്ല. അല്പം മുൻപ് വരെ ഹൈവേയിലൂടെയാണ് വന്നതെങ്കിൽ ഇനി ഉൾനാടുകളിലൂടെയാണ് പോകുന്നത്. വലിയ തിരക്കുള്ള വഴിയൊന്നുമല്ല. കാളവണ്ടികളും പശുക്കളുമെല്ലാമുണ്ട് നിരത്തിൽ. ഒരു 40 വർഷം പിറകിലുള്ള കേരളമാണ് ഇന്നത്തെ ജാർഖണ്ഡ് എന്നെനിക്ക് തോന്നി. ഡ്രൈവർ പ്രമോദിന് വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വഴിയരികിൽ ഒരു ചെറിയ ചായക്കട കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. അത്യാവശ്യം വൃത്തിയുണ്ട്. നല്ല ചൂടോടെ ഭക്ഷണമുണ്ടാക്കുന്നു. ജാർഖണ്ഡിലെ ഒരു തനതു വിഭവമായ ദുസ്കയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത് പോലെ എണ്ണയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണത്. ഇതാണ് വറുത്തു കോരി വച്ചിരിക്കുന്ന ദുസ്ക. ലക്ഷ്മി ദേവി എന്നാണ് ഈ പാചകക്കാരിയുടെ പേര്. ഇവരുടേതാണ് കട. ഭർത്താവുമുണ്ട്. അദ്ദേഹം ഒരു സഹായിയായി കൂടെയുണ്ട്. അദ്ദേഹമാണ് ചായ ഉണ്ടാക്കുക. അരിമാവും കടലമാവും ചേർത്താണ് ദുസ്ക ഉണ്ടാക്കുന്നത്. ഞാനതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് 1-2 ആളുകൾ ചുറ്റും കൂടി. സ്നാക്കായാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. അരിപ്പൊടിയും കടലപ്പൊടിയും കൂട്ടിക്കുഴച്ച് അല്പം ഉപ്പും ചേർത്ത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണ് ദുസ്ക. ചട്നി കൂട്ടിയാണ് ഇത് കഴിക്കുക. ആലു ചോപ്പ്, ദുസ്ക തുടങ്ങിയവയൊക്കെയാണ് ജാർഖണ്ഡുകാരുടെ ഭക്ഷണങ്ങൾ. ജാർഖണ്ഡിലൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ പല പല വിഭവങ്ങളുണ്ട്. ദുസ്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ലക്ഷ്മി ദേവി വിവരിച്ചു തന്നു. കലക്കി വെച്ച മാവ് ഒരു തവി കൊണ്ട് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഒഴിക്കുന്നു. മാവ് പുളിപ്പിക്കുകയൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. അത്യാവശ്യം വൃത്തിയോടെയാണ് ഉണ്ടാക്കുന്നത്. ജാർഖണ്ഡിൽ വഴിയോരക്കടകളിലും വലിയ റെസ്റ്റോറന്റുകളിലും ഒരുപോലെ ലഭിക്കുന്ന വിഭവമാണ് ദുസ്ക. വീടുകളിലും വൈകുന്നേരത്തെ ചായക്കൊപ്പമുള്ള സ്നാക്കായി ഇതുണ്ടാക്കാറുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതിനാൽ ഞാനും പ്രമോദും ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു.
ഫാദർ സിജോ ഹോസ്പിറ്റലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് ഇറങ്ങിയത്. പ്രമോദ് ഇവിടെ ഇരുന്ന് ആസ്വദിച്ചു കഴിക്കുന്നുണ്ട്. ദുസ്കയുടെ കൂടെ കടലയുടെ ഒരു ചാറുകറിയും കിട്ടിയിട്ടുണ്ട്. ആദ്യം ദുസ്ക പൊട്ടിച്ച് വായിലിട്ട് പിന്നെ കറി സ്പൂണുകൊണ്ട് കോരി കുടിക്കുകയാണ് ഇവർ ചെയ്യുക. കറി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. എത്ര വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യും. തണുപ്പുകാലത്ത് ഈ തിളച്ച ചാറുകറി കഴിക്കുന്നത് ഒരു സുഖം തന്നെയാണ്. പ്രമോദും ഞാനും അജിത്തും ദുസ്ക യഥേഷ്ടം കഴിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കഴിക്കുന്ന മറ്റൊരു വിഭവം. അതും കഴിച്ച് നല്ലൊരു ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഇനി ഗ്രാമങ്ങളിലേക്ക് പോകണം. ജാർഖണ്ഡിന്റെ ഉൾനാടൻ ജീവിതം തേടിയുള്ള യാത്ര തുടരുകയാണ്.